ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ ദിവസം മിസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതായത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനാണ് വരാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റിൽ പല വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെപ്പോൾ നടക്കും എന്നുള്ളതിന് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് രണ്ട് സാധ്യതകളാണ് നിലവിൽ നിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ഇന്നലെ നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വെച്ചിട്ടായിരുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഡിസംബർ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവധി ദിനങ്ങളും 2 ഘട്ടമായിട്ട് വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞ് മാത്രമേ പിന്നീട് പരീക്ഷ നടത്താനാകൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് 2 ചാൻസസ്. ഒന്നാമത്തെ ചാൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ആദ്യം കുറച്ച് പരീക്ഷകൾ, അതായത് ഇലക്ഷന് മുന്നേ ഡിസംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ കുറച്ച് എക്സാംസ് നടത്തുന്നു. പിന്നീട് അതിനുശേഷം ഡിസംബർ 15 മുതൽ ബാക്കിയുള്ള ദിവസം, അതായത് ഇവിടെ നമ്മുടെ അക്കാഡമിക് കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 15 മുതൽ 15, 16, 17, 18, 19 ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എക്സാംസ് നടത്തുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ നടത്താം എന്നതാണ് ഒരു ചാൻസ്. അതായത് ഇത്രയുള്ള ഇലക്ഷന് മുന്നേ കുറച്ച് എക്സാംസ് നടത്തുന്നു, ഇലക്ഷന് ശേഷം കുറച്ച് എക്സാംസ് നടത്തുന്നു. ഇതാണ് ഒന്നാമത്തെ ചാൻസ്. പക്ഷേ ആ രീതിക്ക് എക്സാം നടത്തുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. സംഭവം ഇത്രയുള്ളൂ, 1 തീയതി അതായത് ഡിസംബർ 1 മുതൽ എക്സാം നടത്തണമെന്നുണ്ടെങ്കിൽ പല സ്കൂളുകളിലും എന്ത് തീർന്നിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്കുള്ള പോർഷൻസ് കുട്ടികളെ പഠിപ്പിച്ച് തീർന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒത്തിരി പോർഷൻസ് അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഡിസംബർ 1 മുതൽ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്കിതൊരു ഉറപ്പില്ല. കാരണം ഒരുപാട് സ്കൂൾസിൽ ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കാനായിട്ട് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം നമുക്ക് ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ പോർഷൻസ് തീരാത്ത സ്കൂളുകളിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി തരേണ്ട രീതിക്ക് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് മാറ്റി തരുന്നു എന്നുള്ള രീതിക്ക് ടീച്ചേഴ്സ് പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ ഡിസംബർ 1 മുതൽ നടക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നടക്കൂല. ഓക്കെ, ഇത് നടക്കൂല. അതായത് ഇലക്ഷൻ്റെ പരിപാടികൾ മൊത്തം കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, എല്ലാത്തിനും ശേഷം ഈ ഒരു ഡിസംബർ 15 മുതൽ ഇങ്ങനെ 15 മുതൽ 15, 16, 17, 18, 19 വരെ കുറച്ച് എക്സാംസ് നടത്തുന്നു. കാരണം ഈ ദിവസങ്ങളിൽ തന്നെ എന്താ പറയുക, 2 എക്സാംസ് ഒക്കെ വിധം നടത്തുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം സാധ്യതയുള്ളത് ഈ ഒരു ടൈമിൽ കുറച്ച് എക്സാംസ് നടത്തുന്നു. പിന്നീട് അതിനുശേഷം ക്രിസ്മസ് എക്സാമിന് ശേഷം കുറച്ച് എക്സാംസ് നടത്തുന്നു. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ആലോചിക്കും, അപ്പോൾ നമുക്ക് അല്ലേ ക്രിസ്മസ് എക്സാമിന് ശേഷമാണല്ലോ കുറച്ച് ഇനി ബാക്കി അല്ലേ ക്രിസ്മസിന് ശേഷമാണല്ലോ ബാക്കി പിന്നെ എക്സാംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻസ് പഠിച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവധിയാണ് അവിടെ പോയി പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ അവിടെ ഇല്ലാതായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വളരെ സമാധാനമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ക്രിസ്മസിന് മുന്നേ കുറച്ച് എക്സാംസ് നടത്തുന്നു. പിന്നീട് അതിനുശേഷം ക്രിസ്മസ് എക്സാമിൻ്റെ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ള എക്സാംസ് നടത്തുന്നു എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ടെൻഷനായിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെക്കേഷനിൽ നമുക്ക് കിട്ടുന്ന ഇടയിലുള്ള ഗ്യാപ്പ് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈം എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി നമുക്ക് അവിടെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ നമുക്ക് മര്യാദയ്ക്ക് ഉണ്ടാവില്ല എന്നത് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 ചാൻസസ് ആണുള്ളത്. ഇതിലേതാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ 2 ചാൻസസ് മിസ് ഒന്നും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചാൻസ് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 1 മുതൽ എക്സാം നടത്താനാണ്. അതായത് ഇലക്ഷന് മുന്നും ഇലക്ഷന് ശേഷം എന്നുള്ള രീതിക്ക് എക്സാം നടത്തുന്നു എന്നുള്ളതാണ് ഒരു ചാൻസ്. രണ്ടാമത്തെ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിന് മുന്നേ കുറച്ച് എക്സാംസ് നടത്തുന്നു, പിന്നെ അതിനുശേഷം ക്രിസ്മസിന് ശേഷം അടുത്ത എക്സാം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കിയറിയാം. അപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു വെക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ദിവസങ്ങൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരിക്കും, പക്ഷേ എക്സാം ഇനി വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ആ ഒരു വെക്കേഷൻ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയായിരിക്കും, ടെൻഷനോടുകൂടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ക്രിസ്മസ് എക്സാം ആണല്ലോ, അപ്പോൾ അതിൽ നല്ല മാർക്ക് കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇനി എന്താണ് ഇനി ആ ഒരു കൺഫർമേഷൻ വരുന്നത്. കാരണം ഇലക്ഷനിൽ എന്തായാലും മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് തന്നെയായിരിക്കും മാറ്റം വരുന്നുണ്ടായിരിക്കുക. ഇലക്ഷൻ അല്ലാതെ മാറ്റാൻ പോകുന്നില്ല.
സോ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാവരും കൂടെ ആ ഒരു ഫൈനൽ ഡിസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ചോളൂ. കാരണം വേഗം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി നോക്കി നോക്കാം ഇനി എന്താണ് വരുന്നത് എന്നുള്ളത്.